Hello friends, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോവൻ പ്രോൺസ് കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഗ്രേറ്റ് ചെയ്ത തേങ്ങ 1/2 കപ്പ്, 1/2 ടീസ്പൂൺ ജീരകം അതായത് ക്യുമിൻ സീഡ്സ്, 1 ടീസ്പൂൺ മല്ലിക്കുരു എടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ മല്ലിയാണ്. ഇപ്പം മല്ലിക്കുരു ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്താലും മതി. എരിവിനായിട്ട് 6 വറ്റൽമുളകും അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി വലുത് 5 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ഒരു 6 എണ്ണം വരെ എടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കഷ്ണം വാളംപുളി, ഒരുപാട് വലുത് വേണ്ട, ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളിയും ഞാൻ എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങാപ്പാലാണ്. ഒരുപാട് കട്ടി വേണമെന്നില്ല, എന്നാൽ തീരെ കട്ടി കുറയാനും പാടില്ല. ഇതിൽ നിന്ന് ആവശ്യത്തിന് തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. നമ്മൾ ഇതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെ വളരെ നല്ല പേസ്റ്റ് പരുവം അരച്ചെടുക്കണം കേട്ടോ. ഒട്ടും തരി പാടില്ല. നല്ല ക്രീമി ആയിട്ട് അരച്ചെടുത്താൽ മാത്രമായിരിക്കും ഈ കറിക്ക് രുചി ഉണ്ടാവുള്ളൂ. ഒരു പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കറിവേപ്പില, ഒരു മീഡിയം കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് സവോള ചെറുതാക്കി അരിഞ്ഞത്, ഇതെല്ലാം കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഗോൾഡൻ കളർ ആവണ വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സവോള പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. ഇതിപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളർ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ടൊമാറ്റോ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം, അതുവരെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ചേർത്തിട്ടുണ്ടായിരുന്ന ടൊമാറ്റോ വളരെ സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 20 സെക്കൻഡോളം മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ബാക്കിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങാപ്പാലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് കുറച്ച് തേങ്ങാപ്പാൽ അരപ്പ് റെഡിയാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലോട്ട് കുറച്ചും കൂടെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഏകദേശം 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേവി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലോട്ട് ചെമ്മീൻ ചേർക്കാൻ പോവുകയാണ്. ഞാനിവിടെ 900 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. നല്ല വലിയ ചെമ്മീനാണ്. 900 ഗ്രാം ഇത് ക്ലീൻ ചെയ്യണതിന് മുന്നേ ഉള്ള കണക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഷെല്ലെല്ലാം കളഞ്ഞ് നന്നായിട്ട് ഡീവെയിൻ ചെയ്ത് അഴുക്കെല്ലാം മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീനാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിനി ഇതിനെ വേവിക്കാൻ പോവാണ്. ഈ സമയത്ത് ചെറിയൊരു കുറുക്ക് പോലെ തോന്നും, പക്ഷെ അത് കുഴപ്പമില്ല. നമ്മളിതിനെ മൂടി വെച്ച് വേവിക്കുന്ന സമയത്ത് ചെമ്മീനിൽ നിന്നുള്ള വെള്ളം പുറത്തിറങ്ങി നല്ല കുറച്ചും കൂടെ ഗ്രേവി വരും. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് കുറുക്ക് കൂടുതൽ തോന്നുവാണെങ്കിൽ ആ സമയത്ത് വേണമെങ്കിൽ അല്പം നേരിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മളിതിനെ മൂടി വെച്ച് വേവിക്കാൻ പോവാണ്. അപ്പോൾ ചെമ്മീൻ പെട്ടെന്ന് വേകും. അതുപോലെ തന്നെ ഒരുപാട് സമയത്ത് വേവിക്കുകയാണെങ്കിൽ അതിങ്ങനെ റബ്ബർ പോലെയാകും. അപ്പോൾ ഒരു 7 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമുക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് വെന്ത് കാണുമായിരിക്കും മിക്കവാറും. വെന്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കാം. ചേർത്തിട്ടുണ്ടായിരുന്ന പ്രോൺസ് വളരെ പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഗോവൻ പ്രോൺസ് കറി റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ കറിക്ക് രുചി കൂട്ടാനായിട്ട് കുറച്ച് ഫ്രഷ് ആയിട്ട് അരിഞ്ഞ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അതും കൂടെ ചേർക്കുക. കുറച്ചും കൂടെ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോവൻ പ്രോൺസ് കറിയാണത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പമുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.